നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട്. ക്വാറി പ്രവർത്തനങ്ങൾ നിരോധിച്ചു. ഏഴൂരിൽ വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ചവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്തു. ബസ്സിനും മതിലിനുമിടയിൽ കുടുങ്ങി വിദ്യാർത്ഥി മരിച്ചു. ജനകീയ കൂട്ടായ്മയുടെ വിജയത്തിന്റെ വിളംബരമായി തിരൂർ മംഗലത്ത് കരിമീൻ കൃഷി വിളവെടുപ്പ് നടന്നു. പഴയകാല ഓർമ്മകൾ പുതുക്കി അഖില കേരള ഗോട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു. ആലിയ സ്കൂളിൽ പാരൻസ് അസംബ്ലിയും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. ഫിൻജൻ ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എല്ലാ ക്വാറി പ്രവർത്തനങ്ങളും നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും മറ്റും വിനോദസഞ്ചാരം ഒഴിവാക്കണം. നദീതീരത്ത് താമസിക്കുന്ന എല്ലാവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ബാക്കിക്കയം ഷട്ടർ തുറക്കുന്നതിനാൽ കടലണ്ടിപ്പുഴ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. സർക്കാർ വകുപ്പുകളും പോലീസും നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം. വൈദ്യുതി ബോർഡും പൊതുമരാമത്ത് വകുപ്പും പഞ്ചായത്ത് ദുരന്ത പ്രതികരണ സംഘങ്ങളും ഏത് അടിയന്തരാവസ്ഥയ്ക്കും തയ്യാറായിരിക്കണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു. വെട്ട ന്യൂസ് മലപ്പുറം. ഏഴൂരിൽ വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്നവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്തു. പുതുതായി പാർട്ടിയിൽ കടന്നു വന്നവരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. 3 തവണയായി 100ഓളം പ്രവർത്തകരാണ് ഏഴൂർ പ്രദേശത്ത് നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്തത്. തിരൂർ മുനിസിപ്പാലിറ്റിയിലെ പല പ്രദേശങ്ങളിൽ നിന്നും ഇനിയും കൂടുതൽ പ്രവർത്തകർ കോൺഗ്രസിലേക്ക് കടന്നുവരാനുണ്ടെന്ന് DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല പറഞ്ഞു. സ്വീകരണ പരിപാടിയിൽ DCC വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി, DCC ജനറൽ സെക്രട്ടറിമാരായ യാസർ പൊട്ടച്ചോല, ഹാരിസ് ബാബു ചാലിയർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളി, അബ്ദുള്ളക്കുട്ടി അമ്മേങ്കര, അഷ്റഫ് ആളത്തിൽ, അരുൺ ചെമ്പ്ര, മുഹമ്മദ് കുട്ടി തറമ്മൽ, വിജയൻ ചെമ്പഞ്ചേരി, EK സൈനുദ്ദീൻ, നാസർ പുറൂർ തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ട ന്യൂസ് തിരൂർ. വിവാഹത്തിന് ഓഡിറ്റോറിയത്തിലേക്ക് ടൂറിസ്റ്റ് ബസ്സിൽ പോയി പുറത്തിറങ്ങിയപ്പോൾ ബസ് പുറകോട്ടെടുക്കുന്നതിനിടയിൽ ബസ്സിനും മതിലിനും ഇടയിൽ കുടുങ്ങി ബസ്സിടിച്ച് യുവാവ് മരിച്ചു. പറവണ്ണ സ്വദേശി പള്ളാത്ത് വീട്ടിൽ മസൂദിൻ്റെയും നജ്മുന്നിസയുടെയും മകൻ മുഹമ്മദ് സൽഫാറാണ് മരിച്ചത്. വൈരങ്കോട് കല്യാണ മണ്ഡപത്തിനടുത്ത് വെച്ച് ഞായറാഴ്ച വൈകിട്ട് 4:30യോടെയാണ് സംഭവം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് സൽഫാറിനെ കോട്ടക്കലിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യുവാവ് തിരൂരിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുകയാണ്. സഹോദരങ്ങൾ ലെമിഷ ഷെറി, നിഹാല ജാസ്മിൻ മൃതദേഹം കോട്ടക്കലിൽ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ തിരൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനൽകും. തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരുന്നു. വെട്ട ന്യൂസ് തിരൂർ. ജനകീയ കൂട്ടായ്മയുടെ വിജയത്തിന്റെ വിളംബരമായി തിരൂർ മംഗലത്ത് കരിമീൻ കൃഷി വിളവെടുപ്പ് സംഘടിപ്പിച്ചു. പിടയ്ക്കുന്ന കരിമീൻ വാങ്ങാൻ ആളുകൾ ഒഴുകിയെത്തിയതോടെ മംഗലം തിരുത്തുമലിലെ വിളവെടുപ്പ് നാടിനും നാട്ടുകാർക്കും ഉത്സവമായി. വിളവെടുപ്പ് ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഇതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ 2-3 കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായത്. ഈ തിരുത്തുമല കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇതിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. വലിയൊരു ഐക്യമാണ് അവർക്കുണ്ടായത്.
തരിശായി കിടക്കുന്ന പൊതുജലാശയങ്ങൾ ഉപയോഗപ്പെടുത്തി മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തോട്ടിൽ കരിമീൻ കൃഷി ആരംഭിച്ചത്. ഇതിലൂടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മത്സ്യകൃഷി കൂട്ടായ്മയാണ് മംഗളത്ത് പിറന്നത്. കറുകത്തോടിന്റെ മത്സ്യകൃഷി സാധ്യത അധികൃതർ തിരിച്ചറിയുകയും അത് നാട് ഏറ്റെടുക്കുകയും ചെയ്തതോടെ പദ്ധതി വൻ വിജയമായി മാറുകയായിരുന്നു. മത്സ്യം വാങ്ങാനും കാണാനും ആളുകൾ ഒഴുകിയെത്തിയതോടെ വിളവെടുപ്പ് നാടിന് നവ്യാനുഭവമായി. തിരുത്തുമ്മലുണ്ട്, അവിടെ ഷോപ്പിലാണ് റൂട്ടാണ്. ഞാൻ തിരുത്തുമ്മൽ ഉദ്ഘാടനം 70കാരൻ മുതൽ മംഗലം കൂട്ടായ്മയിൽ അംഗമാണ്. തോട്ടിൽ പ്രത്യേക കൂട് സ്ഥാപിച്ച് അതിലാണ് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. 6 മാസമായി ഊണും ഉറക്കവുമില്ലാതെ നടത്തിയ മത്സ്യകൃഷി വൻ വിജയമാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് കർഷകർ. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, വൈസ് പ്രസിഡന്റ് K പാത്തുമ്മക്കുട്ടി, സ്ഥിരം സമിതി അധ്യക്ഷൻ KT റാഫി മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷ രാജീവ്, സലീം പാഷ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആഷിഖ് ബാബു, എക്സ്റ്റൻഷൻ ഓഫീസർ F ഷിജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് അഖിലേഷ്, സെക്രട്ടറി ശ്രീനിവാസൻ, ട്രഷറർ മാധവൻ, പ്രവർത്തകരായ അഷ്റഫ്, കിഷോർ, സുബ്രഹ്മണ്യൻ, ഗോപാലൻ, ഗിരീഷ്, ആനന്ദൻ, അബൂബക്കർ, രാഘവൻ, അജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് പുറത്ത്. ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെറുമുക്ക് യൂത്ത് ഡിഫൻസ് ക്ലബിന്റെ സഹകരണത്തോടെ ചെറുമുക്ക് യൂത്ത് ഡിഫൻസ് ക്ലബ് പരിസരത്ത് അഖില കേരള ഫെഡ്ലൈറ്റ് ഗോട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു. മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നായി 30-ൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തു. പരിപാടി ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി രാത്രി 2 മണിക്ക് അവസാനിച്ചു. ആവേശകരമായ മത്സരത്തിൽ കൊടിഞ്ഞി പീലിയം കൂട്ടായ്മ 1ാം സ്ഥാനവും KT യഹിയ ടീം ചെറുമുക്കും യാസ് ചെറുമുക്ക് 2-3 സ്ഥാനം കരസ്ഥമാക്കി വിജയികളായി. മത്സരാർത്ഥികളെ കൊണ്ടും കാണികളെ കൊണ്ടും വേറിട്ട കാഴ്ചയായി മാറി. മത്സരം തിരൂരങ്ങാടി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ KK സുധീഷ് ഗോട്ടി ഉരുട്ടിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് VP ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ഒള്ളക്കൻ സിദ്ദീഖ്, കാരാട്ട് ബഷീർ, KP ദാവൂദ്, CMA അനസ്, EP സൈതലവി, മുസ്തഫ ചെറുമുക്ക് തുടങ്ങിയവർ പ്രസംഗിച്ചു. PK ഖാലിദ്, ഒള്ളക്കൻ ഷാമിൽ, EK ഇജാസ്, കുളത്ത് ഷാഹിൻ, PK ഷഹീർ, N ഷഹദ്, K മുനീർ, P അസ്കർ അലി തുടങ്ങിയവർ ഗോട്ടികളിക്ക് നേതൃത്വം നൽകി. വെട്ടന്യൂസ് ചെറുമുക്ക്. പുത്തനത്താണി രണ്ടാൽ ആലിയ ഇംഗ്ലീഷ് സ്കൂളിൽ വിവിധ ആഘോഷങ്ങളുടെ ഭാഗമായി JCIയുടെ സഹകരണത്തോടെ പാരന്റ്സ് അസംബ്ലിയും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TV റംഷിദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. JCI പുത്തനത്താണി പ്രസിഡന്റ് CK അബ്ദുൽ ലത്തീഫ് പാരന്റ്സ് അസംബ്ലിക്ക് നേതൃത്വം നൽകി. മക്കളെ അറിയാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി നവാസ് കുരിയാടൻ ക്ലാസ് എടുത്തു. വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചവർക്ക് ആലിയ മാനേജർ PM മജീദ് ഉപഹാരങ്ങൾ നൽകി. PTA പ്രസിഡന്റ് E ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ രശ്മി രാമൻ, വൈസ് പ്രിൻസിപ്പൽ TK അഖിലേഷ്, സെക്രട്ടറി റസാഖ് തൈക്കാടൻ, പ്രോഗ്രാം കോർഡിനേറ്റർ EPL ലത്തീഫ് എന്നിവർ സംസാരിച്ചു. അസംബ്ലിയിൽ പങ്കെടുത്ത് സംസാരിച്ച രക്ഷിതാക്കൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.